നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കുന്നത് മീൻ ഉലർത്ത്. പോകാം വീഡിയോയിലേക്ക്. നമുക്ക് മീൻ ഉലർത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോയോളം കേരച്ചൂര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉലർത്തിന് അതേ സൈസിന് കണക്കാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി, ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില, ഇഞ്ചി, നാരങ്ങ, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മീൻ കേരച്ചൂര ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കണം. മീൻ നമ്മൾ ഫുള്ള് ഇതിൽ തട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് കുറച്ച് കാശ്മീരി ചില്ലി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു നാരങ്ങയുടെ പകുതി, വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ക്രഷ്ഡ് ചില്ലി. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ വിരകി ഈ മുളക് പൊടി എല്ലാം, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഈ കേരച്ചൂരയുടെ ഇറച്ചിയിൽ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് വിരകി ഒരു 25 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. നമ്മൾ ഏകദേശം ഫിഷ് ഫ്രൈക്ക് ചെയ്യുന്ന മസാലകൾ തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത്. പക്ഷേ കുറച്ചേ ഇടാവും. നമ്മൾ ഉലർത്തുന്ന സമയത്ത് ഒരു മസാല ഉണ്ടാക്കും, അതിലും ഈ പൊടികളെല്ലാം തന്നെയാണ് അതിലും ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 25 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. അത് വച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് പോവാം. ഉലർത്തിനുള്ള മസാലയ്ക്ക് കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനാദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെ വറുത്ത് കോരാം. അങ്ങനെ ഉലർത്തിനുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മീൻ വറുത്ത് പോരാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായി. നമുക്കിനി ഈ പുരട്ടി വെച്ചേക്കുന്ന മീൻ കുറേശ്ശെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാം. ഇത് ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് മീൻ വറുത്ത് എല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഉലർത്തിനുള്ള മസാല റെഡിയാക്കണം. അതിന് ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉലർത്തിനുള്ള മസാല റെഡിയാക്കാം. ഉലർത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കാം. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി സവാളയെക്കാളും ഒരല്പം കൂടെ ടൈം എടുക്കും ഒന്ന് വാടി കിട്ടാനായിട്ട്. പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളിയിൽ തന്നെ ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിൽ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടി ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരും. ഉള്ളി അത്യാവശ്യം പാടിയിട്ടുണ്ട്. നമുക്ക് ആ തക്കാളിയും 2 പച്ചമുളക് അരിഞ്ഞതും ഇത് രണ്ടും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരിച്ചിരി ക്രഷ്ഡ് ചില്ലി, കാശ്മീരി ചില്ലി പൗഡർ, കളറിന് വേണ്ടി മാത്രം. മീനിൻ്റെ ആവശ്യത്തിന് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കളറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ലേശ ഗരം മസാല, ഒരു തണ്ട് കറിവേപ്പില, ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. മീൻ ഉപ്പിട്ട് തന്നെയാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, അത്യാവശ്യം സ്പൈസസ് എല്ലാം ഒന്ന്
എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരല്പം തേങ്ങാപ്പാലൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ സാധനങ്ങൾ പറഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ പറഞ്ഞിട്ടില്ലായിരുന്നു. തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. മസാല നല്ല കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിലുള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വറുത്ത് വച്ചേക്കുന്ന മീൻ ഇതിലോട്ടിട്ട് മീൻ ഉലർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമുക്കിനി ഈ വറുത്ത് വച്ചേക്കുന്ന മീൻ ഇതിലോട്ട് തട്ടിക്കൊടുക്കും. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയിൽ ചെയ്ത കേരച്ചൂര ഉലർത്ത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ ഉലർത്ത് റെഡിയായിരിക്കുകയാണ്. ബീഫ്, ചിക്കൻ ഇതെല്ലാം ഉലർത്തുന്നത് പോലെ തന്നെയാണ് മീനും. പിന്നെ അതിൻ്റെ ഇറച്ചി നല്ല കട്ടിയുള്ള ഇറച്ചി ഉള്ള മീൻ തന്നെ ആയിരിക്കണം ഉലർത്താൻ വേണ്ടി ഉപയോഗിക്കുക. എങ്കിലേ നമുക്ക് ഇതേപോലെ പീസുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലെ കേരച്ചൂര പോലെ നല്ല കട്ടിയുള്ള മീൻ വാങ്ങിച്ച് ഇതേപോലെ ഉലർത്തി നിങ്ങൾ നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.